ഗൈസ് എന്റെ ബാഗ് ഓപ്പൺ ആക്കിയപ്പോ ഇതാണ് അവസ്ഥ. ഡോറിന്റെ ബാഗ് പോലെ ബുക്ക് അല്ലാത്ത എല്ലാം അതിന്റെ ഉള്ളിലുണ്ട്. കണ്ടില്ലേ, ഇതിപ്പോ ബാഗ് ആണോ അത് വേസ്റ്റ് ബാസ്കറ്റ് ആണോ എന്ന് ഒരു ഡൗട്ടാണ്. പിന്നെ അതാ പതിവ് തെറ്റാത്ത നമ്മൾ എക്സാമിന് തന്നെ പോവാണ്. അതിന് കാത്തിരിപ്പിനുള്ളിൽ നമ്മൾ കോളേജിലെത്തി. എക്സാം സ്റ്റാർട്ട് ആക്കുക 10 മണിക്കാണ്, പക്ഷെ നമ്മളെല്ലാരും ഇവിടെ 9 മണിക്ക് എത്തും. കണ്ടില്ലേ, എക്സാമിന് മാത്രം കാണുന്നൊരു പ്രത്യേക കാഴ്ചയാണ് ഇട്ടത്. അങ്ങനെ എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങിക്കണം. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഇയർക്കൊക്കെ അഡ്മിഷൻ എടുത്തത് ഇപ്പൊ അടുത്താണ്. അപ്പോ ഇതിന് സെക്കൻഡ് ഇയർത്തെ എക്സാം കഴിഞ്ഞ് തേർഡ് ഇയർക്ക് എത്തി. എത്ര പെട്ടെന്നല്ലേ ഡേസ് കടന്നു പോണത്. ഇന്നാണെങ്കിൽ ഇതിൽ സീറ്റും കിട്ടില്ല, അവിടെ എത്തോളം നിന്നിക്കണം. കുറച്ചൊക്കെ കഷ്ടപ്പാടൊന്നും ആണല്ലേ. പിന്നെ വീട്ടിലെത്തി ഫുഡ് കഴിക്കാനിരുന്നു. ഈ ഫുഡിന്റെ പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് മിക്സ്ഡ് മന്തിയാണ്, ബിരിയാണിയാണ്. ഇത് ഉമ്മ അവിടുന്ന് കൊടുത്തു വെച്ചാണ്. സെപ്പറേറ്റ് ആക്കി അയക്കുമ്പോ 2 പാത്രമാണല്ലോ. ഇങ്ങനെയാകുമ്പോ ഒന്നും വന്ന് ഒതുക്കാം. പിന്നെ ഒരു വെറൈറ്റി ഫുഡും കഴിക്കാല്ലേ. മന്തി ബിരിയാണി മിക്സ്ഡ് ആയതുകൊണ്ട് തന്നെ 2ലേയും ചിക്കൻ പീസും കിട്ടും. അതുകൊണ്ട് പിന്നെ ലാഭമായില്ല നമുക്ക്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചു ബുക്കിന്റെ ഫ്രണ്ടിലിരുന്നു. എക്സാം ആണല്ലോ, അപ്പൊ പിന്നെ ഇരിക്കലും നിർബന്ധമാണല്ലോ. പിന്നെ ബുക്ക് കൊടുത്ത് എന്തെങ്കിലുമൊക്കെ കുറുക്കിരിക്കണ ശീലമുണ്ടോ നിങ്ങൾക്ക്? ഞാൻ അങ്ങനെ കേട്ടോ, എന്തെങ്കിലുമൊക്കെ എനിക്കും ആണ്. അതുകൊണ്ട് ഇന്നത്തെ കുറച്ച് ഉണ്ണിയപ്പുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കാര്യത്തിലും തീരുമാനമാക്കി കൊടുത്ത്. നൈറ്റ് നമുക്ക് ഇതായിരുന്നു കേട്ടോ കഴിക്കാൻ. ഈ തക്കാളി എഗ്ഗും കൂടി ഉണ്ടാക്കുന്ന ഈ ഒരു കൂട്ടാണ്ടല്ലോ, എനിക്ക് നല്ല ഇഷ്ടാട്ടോ. ചോറിലേറെ രാവിലെ ദോശയൊക്കെ കഴിക്കണേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം.